1957 കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആദ്യമായിട്ട് കേരളത്തിൽ അധികാരത്തിൽ വന്ന ടൈം. 1950 ഇങ്ങോട്ട് കമ്മ്യൂണിസം കേരളത്തിൽ പടർന്നു പന്തലിച്ചൊരു സമയമാണ്. അതേ സമയത്ത് ഒരു ടീമോടൊപ്പം നന്നായിട്ട് പടർന്നു പന്തലിക്കുന്നുണ്ട് വേറെ ആരുമല്ല, ക്രോമലിന ഓഡറേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അമേരിക്കൻ വംശജനായിട്ടുള്ള ഈ പ്ലാന്റ് കേരളത്തിൽ നന്നായിട്ട് പടർന്ന് പന്തലിച്ചുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് വിളിച്ചു. ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് നമ്മുടെ ഈ കൊച്ചു ടെറേറിയത്തിൽ വെച്ചേക്കുന്നത്. ഇത് 2022 ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാതെ വെച്ചേക്കുന്ന ടെറേറിയാണ് 3 കൊല്ലമായി. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ളത് ലോകത്തിലെ 10 ഇൻവസീവ് സ്പീഷീസിൽ വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലെൻഡാന എന്ന് പറഞ്ഞ അരിപ്പൂ പൊങ്ങിപ്പൂ എന്നൊക്കെ പറയുന്ന ലെൻഡാന നട്ടിരുന്നു. അതും ഒരു ഇൻവസീവ് സ്പീഷീസ് ആണ്. അത് നട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ്, കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ സീഡും കൊടുത്തിരുന്നു. ലെൻഡാന നശിച്ചുപോയി, പക്ഷെ ഇത് നന്നായിട്ട് വളർന്ന് പന്തലിച്ചു. ഇത് ശരിക്കും അതിൻ്റെ ആ ഇൻവസീവ് സ്വഭാവം ഈ ടെററിസത്തിൽ കാണിച്ചു എന്നുള്ളതാണ് നേര്. കാരണം ഇത് നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഈ ടെറേറിയത്തിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കൊച്ചു ഭൂമിയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന ഇതേപോലത്തെ അടികളെല്ലാം നമുക്ക് കാണാമെന്നുള്ളതാണ്. ഏതാണ് ഡോമിനൻ്റ് ആയിട്ട് വളരുന്നത്, ഏതിനെയാണ് സപ്രസ് ചെയ്തുകൊണ്ടാണ് ഏത് പ്ലാന്റൊക്കെ വളരുന്നത് എന്നുള്ളത് നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ്. സോ ഇത് കട്ട് ചെയ്യാൻ സമയമായി. നമുക്ക് ഇതെടുത്ത് ട്രിം ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം ഇത് വലിച്ചെടുത്ത് നന്നായിട്ട് വളരുന്നുണ്ട്. ഇത് ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിന് ഫെർട്ടിലൈസർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അടിപൊളി.